കോൺഗ്രസിന് 63 സീറ്റുകളിൽ ജയിക്കാൻ വലിയ രീതിയിലുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ MLA-മാരുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവാണ്. ഒരുപക്ഷെ കോൺഗ്രസ് 60-ൽ കൂടുതൽ സീറ്റ് നേടിയാൽ UDF മൊത്തത്തിൽ 100-ൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ് എപ്പോഴും കുറയുന്നത്. കോൺഗ്രസിനെ തന്നെയാണ് ഇടതുപക്ഷം എപ്പോഴും ആക്രമിക്കുന്നത്. പക്ഷേ ഇനി അത് സാധിക്കില്ല. ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ്. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനുള്ളതായിരിക്കും. തിരിച്ചു വരാൻ വലിയ തോതിൽ കഴിവുണ്ട്. ഈ ദശാബ്ദത്തിലെ ഏറ്റവും വലിയ വിജയമാണ് കോൺഗ്രസിനെ തേടിയിരിക്കുന്നതെന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നുണ്ട് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. താനും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുമായി ഒരു അഭിപ്രായ ഭിന്നതയുമില്ല. വിഷയദാരിദ്ര്യത്തിന്റെ പേരിൽ MP രാജേഷ് ഓരോന്ന് പടച്ചു വിടുകയാണ്. CPIM-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനെ ചൊല്ലി തമ്മിലടി തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം CPIM-ന് ബോധ്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് അധികാരം കിട്ടിയിട്ട് വേണ്ടേ മുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് ചിന്തിക്കാൻ. അധികാരം കിട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനൊരു പാർട്ടി ഉണ്ടായിരുന്നതായി പോലും ഓർമ്മകളിൽ പോലും ഇല്ലാത്ത രീതിയിൽ ദ്രവിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നും വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. പശ്ചിമ ബംഗാളിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ CPIM-ന്റെ അന്തകനായി അവസാന നാളുകളിൽ മാറിയത് അവിടുത്തെ മുഖ്യമന്ത്രിയായ ബുദ്ധദേവ് ഭട്ടാചാര്യയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് കലാശിക്കുകയും അതൊടുവിൽ സമാനതകളില്ലാത്ത പരാജയത്തിലേക്ക് CPIM-നെ പടുകുഴിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇവിടെ അതുപോലെ ജനങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ സർക്കാർ. പിണറായി വിജയൻ CPIM-ന്റെ അന്തിക്രിസ്തു തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അദ്ദേഹം CPIM-ന് വേണ്ടി വാരിക്കുഴി ഒരുക്കിയിരിക്കുകയാണ്. അതിൽ എല്ലാ സഖാക്കളും മൂക്കും കുത്തി വീഴും. ഒരാൾ പോലും ജയിക്കാൻ സാധ്യതയില്ല. കനൽ ഒരു തരി പോലും ബാക്കിയില്ലാതെ ജനങ്ങൾ വെടിപ്പാക്കും എന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നും വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതൊക്കെ ജനങ്ങൾ കൃത്യമായും തിരസ്കരിക്കുന്നു എന്ന് മനസ്സിലായതോടെ ആളുകൾ അത് വിട്ടു. ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലാനാണ് ഇപ്പോൾ ഓരോ നേതാക്കളും ശ്രമിക്കുന്നത്. ഗ്രൂപ്പ് കളിയും കൊണ്ട് നടന്നാൽ എങ്ങും എവിടെയും എത്തില്ല എന്ന തിരിച്ചറിവ് അവർക്കുള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകരും കൈമൈ മറന്നാണ് പ്രവർത്തിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ ഒരു സെമി ഫൈനലായിരിക്കുമെന്നും വി.ഡി. സതീശൻ പറയുന്നു. മികച്ച നേതാക്കളെ തന്നെയായിരിക്കും കോർപ്പറേഷൻ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒക്കെ ഇറക്കുന്നത്. ഈ കേരളത്തിലെ 86 മുനിസിപ്പാലിറ്റികളിലും വലിയ രീതിയിലുള്ള ചലനം ഉണ്ടാക്കാൻ കോൺഗ്രസിനെ കൊണ്ടും UDF-നെ കൊണ്ടും സാധിക്കും എന്ന് ഉത്തമ വിശ്വാസമുള്ളതായും വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു.